ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമുക്ക് വഴിയെ പോകുമ്പോൾ കാണാം എവിടേക്കാണെന്നുള്ളത്. അങ്ങനെ മനു വന്നിട്ടുണ്ടായിരുന്നില്ല. അവന് നാളെ എക്സാം ആയതുകൊണ്ട് അവനില്ല പറഞ്ഞിട്ട് അവനിവിടെ ആക്കിയിട്ടാണ് പോയത്. ഞാനും ബാബുവേട്ടനും കൗശിയും കൂടിയാണ് ഇവിടുന്ന് പോയത്. പിന്നെ അവിടേക്ക് വേറെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെ എത്തിയാൽ അവരെയും കൂടി കാണാം കേട്ടോ. ഇപ്പം മനസ്സിലായോ എവിടേക്കാണ്? കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏട്ടൻ്റെ മോളെ കല്യാണം വരുന്നുണ്ട്. ബാബുവേട്ടൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ജയലക്ഷ്മിക്ക് വന്നതാണ് കോഴിക്കോട്. അവരെല്ലാവരും കോട്ടയ്ക്കന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോഴേക്കും അങ്ങോട്ട് എത്തുക ചെയ്തത്. അപ്പോഴേക്കും അവർ ഫസ്റ്റ് ഫ്ലോറിൽ സാരി നോക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മോൾക്കുള്ള കല്യാണ പെണ്ണിനുള്ള സാരി ആദ്യം നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങി. ഓരോന്നായിട്ടങ്ങനെ വെച്ച് നോക്കലും ഓരോ കളറുകൾ. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ സാരികളും ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്നും അങ്ങനെ വെച്ച് നോക്കൽ തുടങ്ങി. ഓരോ റെഡും എല്ലാം ഇതിൽ കാണുമ്പോൾ ഇപ്പോൾ ഒരേപോലെ തോന്നുന്നുണ്ട്. നമുക്ക് അവിടുന്ന് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ ശരിക്കും അറിയാം കേട്ടോ. അങ്ങനെ പിന്നെ കുറേ സാരികൾ അങ്ങനെ എടുത്ത് നോക്കി. അപ്പം ഇതിലേത് സാരിയാവും എടുത്തിട്ടുണ്ടാവുകയെന്ന് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരേപോലെയാണ് തോന്നുന്നത് അല്ലേ. അങ്ങനെ കുറേ നേരം അങ്ങനെ പിന്നെ സാരി എടുക്കാൻ പോയാൽ അറിയാമല്ലോ, പെണ്ണുങ്ങളല്ലേ, ഒരുപാട് നേരം വേണ്ടി വരുമല്ലോ. ഒരുപാട് നേരം ആയിരിക്കുന്നു ഞങ്ങൾക്ക് സാരികൾ സെക്ഷനിൽ തന്നെ നിന്നിട്ട്. പിന്നെ ആണുങ്ങൾ അത് ജെൻസിൻ്റെയൊക്കെ എടുക്കാനായപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. സാരി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കൊടുക്കാനുള്ള സാരികളും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അവളത് കഴിയട്ടെ ആദ്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾക്കുള്ളതും ഒക്കെ നോക്കി അങ്ങനെ വന്നപ്പോഴേക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിരുന്നു. പിന്നെ അതവിടെ വെച്ചിട്ട് ഞങ്ങൾ അവളത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോയി. പാരഗണിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാളും തിരക്ക്. കുറേ പിന്നെ ഇവിടെ ജയലക്ഷ്മി തന്നെ കുറേ കല്യാണത്തിൻ്റെ ആൾക്കാർ ഉണ്ട് കേട്ടോ, ഒരുപാട്. പിന്നെ ഞങ്ങൾ പാരഗണിൽ പോയപ്പോൾ അവിടെ ഇതിനേക്കാളും കഷ്ടം, എന്തൊരു തിരക്കാണ്. ഞങ്ങൾ പിന്നെ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഫുഡൊക്കെ ഇതാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് അവർ ഞങ്ങൾക്ക് ടൈം പറഞ്ഞിരുന്നു, ആ സമയത്ത് വരണം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ചെന്ന് അങ്ങനെ കയറി അവിടെ ഇരുന്നു. ഫുഡ് ബിരിയാണിയാണ് വാങ്ങിയത്. ചിലർ ഫ്രൈ ആയിട്ടുള്ള ബിരിയാണി, സാദാ ബിരിയാണി ഒക്കെ വാങ്ങി. കൗശിക്കൊക്കെ അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ കഴിക്കുക. അവൻ ആ വലിയ ഫ്ലോയൊന്നുമില്ല. ഫസ്റ്റ് കുറച്ച് കഴിച്ചപ്പോഴേക്കും അവന് ഏകദേശം അയക്കുന്നു, മതിയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ബിരിയാണിക്ക് പപ്പടമൊക്കെ കൊടുക്കൽ, കോഴിമുട്ട പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇവിടെ പപ്പടമാണ് ഉള്ളത് കേട്ടോ. നല്ല ബിരിയാണിയാണേ, അടിപൊളി ബിരിയാണിയായിരുന്നു. എന്തായാലും കോഴിക്കോടൊക്കെ പോകുമ്പം ഒന്ന് കയറി നോക്കുകൊണ്ടു. പക്ഷെ നല്ല തിരക്കാട്ടോ. നമ്മൾ ഉച്ച നേരത്തൊക്കെ പോയി ഫുഡ് കഴിച്ച് പോരാ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോരാൻ പറ്റില്ല. പാരഗണിൽ പോയി കഴിച്ചിട്ടുണ്ടാവുമല്ലോ കുറേ ആളുകളൊക്കെ. അപ്പോൾ അറിയാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അറിയാത്തവരൊക്കെ ഒന്ന് പോയി കഴിച്ച് നോക്കൊണ്ടു. നല്ല തിരക്കാണ്, നമുക്ക് ക്ഷമ വേണം. കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ പറ്റും. പക്ഷേ അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ച് വീണ്ടും ഞങ്ങൾ ഷോപ്പിലേക്ക് തന്നെ വന്നു. പിന്നെ ഒരുപാട് പർച്ചേസിങ് തന്നെ ആയിരുന്നു. ഒരുപാട് നേരം സാരികളായിട്ടും മുണ്ടുകളായിട്ടും വേഷ്ടി മുണ്ട് ഒക്കെ കൊടുക്കാനുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി, 7 മണിയൊക്കെ കഴിഞ്ഞു പോരുമ്പം. അങ്ങനെ പിന്നെ എല്ലാവരോടും നമുക്ക് എടുത്തുതന്ന സെയിൽസ് ചേച്ചിയൊക്കെ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ക്ഷമയോടുകൂടി എല്ലായിടത്തും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഞങ്ങളുടെ കമ്പനിയായി. ഞങ്ങൾ രാവിലെ വന്നതല്ലേ, അപ്പോൾ അവരോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോകുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.